ഹലോ. എൻ്റെ ഈ വീഡിയോ കാണുന്ന മിക്കവാറും എല്ലാ ആൾക്കാരും തന്നെ എപ്പോഴെങ്കിലും ഒരു ഗെറ്റ് ടുഗദർ പരിപാടിയിൽ പങ്കെടുത്തവരായിരിക്കും അല്ലേ? സ്കൂളിലെത്തതോ കോളേജിലെത്തതോ ഒരു സഹപാഠി സംഗമത്തിൽ പങ്കെടുത്തിട്ടുണ്ടാവും. അപ്പം ഇന്നത്തെ വീഡിയോവും ഇതുപോലെ ഒരു സഹപാഠി സംഗമത്തിന്റെ കഥയാണ് കേട്ടോ. അപ്പം നമ്മൾ സാധാരണ മുന്നേ ഈ ക്ലാസ്മേറ്റ്സ് എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങിയതിന് ശേഷമാണ് ഈ ഒരു ഗെറ്റ് ടുഗദർ പരിപാടികൾ ഇത്രയും ഒരു ഇന്നത്തെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ട്രെൻഡിങ് അല്ലെങ്കിൽ വൈറലായി മാറിയത് ആ ഒരു സിനിമ വന്നതിന് ശേഷമാണെന്ന് നമുക്ക് പറയാം. അപ്പോൾ സാധാരണ വെച്ചാൽ പഠിച്ചിറങ്ങിയ കുട്ടികൾ അല്ലെ, അവർ പല സ്ഥലങ്ങളിലേക്കായിട്ട് മാറിപ്പോയിട്ടുണ്ടാവും. അപ്പോൾ ജോലി ചെയ്യുന്നുണ്ടാവും പല സ്ഥലങ്ങളിൽ, വേറെ വേറെ സ്ഥലങ്ങളിലായിരിക്കും ഉണ്ടാവും. അപ്പോൾ അവർക്ക് കുറേ കാലത്തിന് ശേഷം പഴയ ആ ഒരു കാലഘട്ടത്തിലേക്ക്, ഒരു സ്കൂളിലേക്കോ കോളേജിലേക്കോ ആ ഒരു ദിവസം ആ ഒരു പ്രായത്തിലുള്ള ആൾക്കാരായി മാറണം, പഴയ ഫ്രണ്ട്സിനെ അല്ലെങ്കിൽ ടീച്ചേഴ്സിനെ പണ്ടത്തെ ആ സ്കൂളിലേക്ക് എല്ലാം ഒന്ന് തിരിച്ചു പോകണം തോന്നിയിട്ട് മിക്കവാറും ഇങ്ങനെയുള്ള കുട്ടികൾ തന്നെ ആയിരിക്കും ഇനീഷ്യേറ്റീവ് എടുക്കുന്നുണ്ടാവും ഇങ്ങനെ ഒരു പരിപാടിക്ക് വേണ്ടിയിട്ട്. പക്ഷേ ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്ന വീഡിയോയിൽ ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ ഈ ഇന്നത്തെ വീഡിയോൻ്റെ അകത്ത് ഇത് ഒരു ടീച്ചർ, നമ്മളെ പറശ്ശിനിയിലുള്ള വനജ ടീച്ചർ, പറശ്ശിനിക്കടവ് UP സ്കൂളിൽ അധ്യാപികയായിരുന്ന വനജ ടീച്ചർ 1967-68 അക്കാദമിക് ഇയറിലാണ് പറശ്ശിനി സ്കൂളിൽ ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ ആ ജോയിൻ ചെയ്യുന്ന സമയത്ത് ടീച്ചർ ഫസ്റ്റ് ക്ലാസ് ടീച്ചർ പോയത് പറശ്ശിനി സ്കൂളിലത്തെ UP സ്കൂളിലത്തെ 7ാം ക്ലാസ്സിലേക്കായിരുന്നു. അപ്പോൾ ടീച്ചർ അതിനുശേഷം ഒരുപാട് കാലത്തെ സർവീസിന് ശേഷം റിട്ടയർ ചെയ്തു. റിട്ടയർമെന്റ് ലൈഫിൽ ഇങ്ങനെ എൻജോയ് ചെയ്ത് പോയിക്കൊണ്ട് നിൽക്കുന്നതിനടക്കാണ് 2014 ആയപ്പോൾ ടീച്ചർക്ക് ഒരു ആഗ്രഹം, ഞാൻ പറശ്ശിനിക്കടവ് UP സ്കൂളിൽ ജോയിൻ ചെയ്തിട്ട് ഫസ്റ്റ് പഠിപ്പിച്ച ആ ഒരു ക്ലാസ് 7ാം ക്ലാസ്സിലെ കുട്ടികളാണ് എനിക്ക് ഒന്നും കൂടെ കാണണം എന്നുള്ളത്. അപ്പോൾ ടീച്ചർ കയ്യിൽ അന്ന് ഒരു റിട്ടയർമെന്റ് ഉണ്ടായിരുന്നു. പറശ്ശിനിക്കടവ് UP സ്കൂളിൽ ഞാൻ പഠിച്ച സ്കൂൾ തന്നെയാണ് കേട്ടോ. അപ്പോൾ ആ സ്കൂളിൽ ഒരു റിട്ടയർമെന്റ് ഉണ്ടായിരുന്നു. ആ റിട്ടയർമെന്റ് പാർട്ടിക്ക് എടുത്ത ഒരു ഫോട്ടോ, അന്നത്തെ ഒരു പഴയ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ, അറിയാലോ ആ ഒരു കാലഘട്ടത്തിലുള്ള ഫോട്ടോ. ആ ഫോട്ടോനകത്ത് ഈ പറയുന്ന 7ാം ക്ലാസ്സിലെ കുട്ടികളായിരുന്നു, എൻ്റെ അച്ഛനടക്കമുള്ള കുട്ടികളായിരുന്നു അതിനകത്ത് ഉണ്ടായത്. അപ്പോൾ ടീച്ചർ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ആ ഫോട്ടോ എടുത്തിട്ട് നേരെ എൻ്റെ അച്ഛൻ്റെ അടുത്തേക്കാണ് വന്നത്. ഒരുപാട് കുട്ടികളെ പഠിപ്പിച്ച ടീച്ചറല്ലേ, അപ്പോൾ നമുക്ക് ഇപ്പം എന്നോടല്ലാണെങ്കിൽ ഇപ്പം 7ാം ക്ലാസ്സിൽ പഠിച്ച ഫോട്ടോ കാണിച്ചു തന്നിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് എല്ലാ കുട്ടികളുടെ പേര് പറഞ്ഞു തരാൻ പറഞ്ഞാൽ എനിക്കൊന്നും കിട്ടൂല. പക്ഷെ ആ കാര്യത്തിൽ ഞാൻ എൻ്റെ അച്ഛനെ സമ്മതിച്ചു കേട്ടോ. അത്രയും കാലം മുന്നേ, അറിയാലോ 67-68 12 വയസ്സെന്ന് പറയുമ്പം 2014 ആകുമ്പോഴത്തേക്ക് ഇവരെല്ലാം അച്ചാച്ചന്മാരും അമ്മമ്മമാരും ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അകത്ത് എല്ലാ കുട്ടികളുടെ പേരും വിവരങ്ങളും എല്ലാം എൻ്റെ അച്ഛൻ പറഞ്ഞു കൊടുത്തു. അങ്ങനെയാണ് പിന്നെ ഇവർ ആ ഒരു പരിപാടിക്ക് വേണ്ടിയിട്ട് മുന്നോട്ട് പോകുന്നത്. അങ്ങനെ 2014 ശേഷം 2024 ഈ ഒരു 10 കൊല്ലത്തിനടക്ക് കൊറോണ കാലത്തുള്ള 2 കൊല്ലം ഒഴിച്ചിട്ട് ബാക്കി എല്ലാ കൊല്ലവും 8 വർഷവും ഇവര് ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു. അതായത് സംഗമം നടത്തിയിട്ടുണ്ടായിരുന്നു. സംഗമം നടത്താൻ ചിലപ്പോൾ ട്രിപ്പ് പോയിട്ടായിരിക്കും, അല്ലെങ്കിൽ പറശ്ശിനിയിൽ തന്നെ ആയിരിക്കും. അപ്പോൾ ഈ 2024 സംഗമത്തിന്റെ വീഡിയോസാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയുടെ ബാക്കിൽ വരാൻ പോകുന്നത്. അപ്പോൾ ഇത് നവംബർ 14 ഇന്നലെ ശിശുദിനത്തിലാണ് വനജ ടീച്ചറും കുട്ടികളും സംഗമം നടത്തിയിട്ടുണ്ടായത്. പറശ്ശിനിക്കടവിലുള്ള കടവത്ത് ക്രൂയിസ് എന്ന് പറഞ്ഞ ഹൗസ് ബോട്ടിലായിരുന്നു ഈ ഒരു സംഗമം പരിപാടിയിൽ ഉണ്ടായിട്ടുണ്ടായത്. അപ്പോൾ നമുക്കിപ്പോൾ ഇന്നത്തെ കാലത്തെ, ഇപ്പോൾ എൻ്റെ ജനറേഷൻ ആണെങ്കിലും അത് കഴിഞ്ഞ് വന്ന ജനറേഷനിലാണെങ്കിലും എല്ലാവർക്കും സോഷ്യൽ മീഡിയയും വാട്സപ്പും ഗ്രൂപ്പുകളും എല്ലാം അത്രയും ആക്റ്റീവായിട്ടുള്ള കാലമാണ്. അപ്പോൾ നമുക്കെല്ലാം ഒരു സംഗമം നടത്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഈസി ആയിരിക്കും. എന്താ വെച്ചാൽ ആൾക്കാരെ കണക്ട് ചെയ്യാനും നമ്മൾ ഓൾറെഡി എല്ലാവരുടെ കോൺടാക്ട് നമ്പേഴ്സും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലെ അക്കൗണ്ട് വഴിയും നമുക്ക് എല്ലാവരെയും കോൺടാക്ട് ചെയ്തിട്ട് ഒരു സംഗമം സംഘടിപ്പിക്കുക എന്ന് പറയുന്നത് വലിയൊരു ടാസ്ക് പിടിച്ച പരിപാടിയല്ല. എന്നാൽ പോലും അത് നമ്മളെല്ലാം സംബന്ധിച്ച് അത്രയും വലിയ പ്രശ്നങ്ങളും ഇഷ്യൂവും തന്നെയായിരുന്നു. എന്നിട്ട് പോലും ഈ ഒരാൾക്കാർ, ഈ വനജ ടീച്ചറും കുട്ടികളും എല്ലാവരും കൂടെ ഇവരെ എല്ലാവരെയും പേരും വിവരങ്ങളും അവരുടെ ഫോൺ നമ്പറും അഡ്രസ്സും എല്ലാം സംഘടിപ്പിച്ച് ഇവരെ എല്ലാവരെയും കൂടെ കൂട്ടി ഇങ്ങനെ ഒരു സംഗമം 2014 മുതൽ ഇങ്ങോട്ട് ഈ 10 വർഷക്കാലം സംഘടിപ്പിക്കുക, എല്ലാ വർഷവും ഇവർ ഒത്തുകൂടുക എന്നെല്ലാം പറയുന്നത് വളരെ വളരെ എന്താ പറയുക, അത്രയും അഭിനന്ദിക്കേണ്ട ഒരു കാര്യം തന്നെയാണല്ലേ. നമ്മളെ കൊണ്ടൊന്നും പറ്റാത്ത കാര്യങ്ങളാണ് ഇവരെല്ലാം ചെയ്യുന്ന നിലയിൽ വളരെ അഭിനന്ദിക്കേണ്ട കാര്യം തന്നെയാണ്. അപ്പൊ അതിന്റെ വീഡിയോസും കാര്യങ്ങളും പിന്നെ വനജ ടീച്ചർ പറയുന്ന വോയിസ് തന്നെ ഞാൻ അതിന്റെ കൂടെ കൊടുക്കാം കേട്ടോ. അപ്പൊ വീഡിയോ ഉണ്ടാലോ. നിധിന 1967 ഒക്ടോബർ 3-നാണ് ഞാൻ പറശ്ശിനിക്കടവ് സ്കൂളിൽ വന്നത്. അന്ന് നിൻ്റെ അച്ഛനും ഈ ഫോട്ടോയിലുള്ള മുഴുവൻ കുട്ടികളും 7ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. അതായത് ഞാൻ 7ാം ക്ലാസ്സിൽ അവരെ പഠിപ്പിച്ചു കൊണ്ടിരുന്ന കുട്ടികളുടെ ഫോട്ടോ ആണ് പഴയ ഫോട്ടോയിലുള്ളത്. എല്ലാവരും, അതായത് 53 കുട്ടികൾ അന്നുണ്ടായിരുന്നു ആ ക്ലാസ്സിൽ. അപ്പോൾ അന്ന് ഇവിടെ ഒരു മാർച്ച് മാസം ശങ്കരവാര്യർ എന്ന് പറഞ്ഞ ഒരു മാഷ് യാത്രയയപ്പ് പരിപാടി നടക്കുന്നുണ്ട്. ആ യാത്രയയപ്പ് വേളയിൽ ഒരു ഫോട്ടോ എടുത്തിന്, ആ ഫോട്ടോ ആണ് 7ാം ക്ലാസ്സിൻ്റെ ഫോട്ടോ. അതിൽ കുറച്ച് കുട്ടികൾ അന്ന് വന്നിട്ടില്ല, പക്ഷെ വന്നവർ ആകെ 53 ആളുണ്ടായിന്, അതിൽ കുറച്ചാൾ വന്നിട്ടില്ല. ആ ഒരു ഫോട്ടോ വെച്ചിട്ടാണ് രാമചന്ദ്രൻ എനിക്ക് ഒട്ടുമിക്ക കുട്ടികളെയും പരിചയപ്പെടുത്തി തന്നത്. ആ പരിചയപ്പെടുത്തലിൻ്റെ പേരിലാണ് ഞങ്ങളിരുന്ന്, ഞാനും രാമചന്ദ്രനും പോളമോഹനും
EP കരുണനും ചന്ദ്രനൊക്കെ ഇരുന്ന് ആളുകളെ സംഘടിപ്പിച്ചതും നമ്പർ സംഘടിപ്പിച്ച് അങ്ങനെ വിളിച്ചു ചേർത്ത ഏറ്റവും ആദ്യത്തെ സംഘമാണ് 2014 മെയ് 30 വിസ്മയയിൽ വെച്ച് നടത്തിയത്. മാത്രമല്ല കണ്ണൂർ ജില്ലയിൽ തന്നെ ഏറ്റവും അധികം കണ്ണൂർ ജില്ലയിൽ തന്നെ സംഗമങ്ങളൊന്നും ആ സമയത്ത് അങ്ങനെ നല്ലപോലെ നടന്നിട്ടില്ല. നമ്മളാണ് ഏറ്റവും ആദ്യം നല്ല സംഗമം നടത്തിയത്. കൂടാതെ അതിനുശേഷം 2016 10ാം ക്ലാസ്സിനെയും കൂടെ ഉൾപ്പെടുത്തി വലിയൊരു സംഗമം ഹൈസ്കൂളിൽ വെച്ച് നടത്തിയിട്ടുണ്ടായി. 10ാം ക്ലാസ്സിൻ്റെയും ഫോട്ടോ എൻ്റെ കൈവശമുണ്ട്. 7ൻ്റെ ഫോട്ടോ പോലെ തന്നെ 10ലെ ഫോട്ടോ എൻ്റെ കൈവശമുണ്ട്. ആ ഫോട്ടോ വെച്ചുകൊണ്ട് ഞാനും ചന്ദ്രനും ഇതേ ആൾക്കാർ തന്നെ സ്കൂളിൽ പോയി രജിസ്റ്ററിൽ നിന്ന് എല്ലാ കുട്ടികളുടെ പേരും എഴുതിയെടുത്ത് 76 കുട്ടികൾ അന്നുണ്ടായിന്. 68 പേരെ കിട്ടിയിട്ടുള്ളൂ ഫോട്ടോയിൽ. അങ്ങനെ ആ ഒരു ഫോട്ടോ ഞങ്ങളുടെ കൈവശം ഉണ്ടായി. അത് വെച്ച് വീണ്ടും നമ്മൾ ഈ 10ാം ക്ലാസ്സിലെ ആളുകളെല്ലാം സംഘടിപ്പിച്ച് 2016 പറശ്ശിനിക്കടവ് ഹൈസ്കൂളിൽ വെച്ചിട്ട് ആദ്യത്തെ 7ൻ്റെയും 10ൻ്റെയും സംഗമം നടത്തി. അപ്പം നിങ്ങൾ കേട്ടത് വനജ ടീച്ചറെ സൗണ്ട് തന്നെയാണ് കേട്ടോ. ടീച്ചർ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇതിൽ രണ്ടാമത് സംയുക്ത സംഗമം എന്ന് കൊടുത്തത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ 7ാം ക്ലാസ്സിൻ്റെയും 10ാം ക്ലാസ്സിൻ്റെയും 2 ബാച്ചിലത്തെ കുട്ടികളും കൂടിയിട്ടുള്ളതാണ് ഈ ഒരു സംഗമം. അത് രണ്ടാമത്തെ പ്രാവശ്യമാണ് വെക്കുന്നത്. 7ാം ക്ലാസ്സിൻ്റെത് മാത്രമായിട്ടാണെങ്കിൽ 8 തവണ നടത്തിയിട്ടുണ്ട്. 2014 മുതൽ 24 വരെയുള്ള കാലത്തിൽ ഈ 10 കൊല്ലത്തിനടക്ക് 2 വർഷത്തെ കൊറോണേൻ്റെ ആ ഒരു 2 വർഷം പോയി കഴിഞ്ഞാൽ 8 കൊല്ലവും ഇവർ സംഗമം നടത്തിയിട്ടുണ്ട്. അതിന് എന്താ പറയുക, എല്ലാവർക്കും ടീച്ചറെ കുട്ടികൾക്കും എല്ലാവർക്കും ഒരു ഹാറ്റ്സ് ഓഫ് തന്നെ കൊടുക്കുകയാണ്. എല്ലാവരും നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ ഈ ഒരു പ്രായത്തിലും അവരെത്ര എനർജറ്റിക്കാണ്. ഇവർ ഇത്രയും ഇതിൻ്റെ പിന്നാലെ നടന്നിട്ടൊരു സംഗമം എല്ലാ വർഷവും മുടങ്ങാണ്ട് ഒരു സംഗമം സംഘടിപ്പിക്കുക. ടീച്ചറും ആണെങ്കിലും കുട്ടികളാണെങ്കിലും എല്ലാവരും ഒരു യാത്ര പോകാനും ഒത്തുചേരാനും അടിച്ചു പൊളിക്കാനെല്ലാം കൂടുക എന്ന് പറയുന്നത് തന്നെ വളരെ ഒരു എന്താ പറയുക, ഒരു പോസിറ്റീവ് എനർജിയാണല്ലോ എല്ലാവരും ഇവരെ കാണുമ്പോൾ തന്നെ. അപ്പോൾ എല്ലാവരും നല്ല എൻജോയ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. ഡാൻസും പാട്ടും ഓരോ കളികളെല്ലാം ആയിട്ട് അത്രയും എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഈ ഒരു 8 വർഷം ഇവർ നടത്തിയ സംഗമത്തിൽ ടീച്ചറെ കുട്ടികളെയും കൊണ്ട് ആകാശയാത്ര നടത്തിയിട്ടുണ്ട് കേട്ടോ. കണ്ണൂർ ടു കൊച്ചി ഫ്ലൈറ്റിൽ ഇവർ യാത്ര ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ട്രെയിൻ യാത്ര പോയിട്ടുണ്ട്. പിന്നെ ബസ്സിലും അതുപോലെ തന്നെ ട്രിപ്പ് പോയിട്ടുണ്ട്. ഇപ്പോൾ ഇന്നലത്തെ ഈ യാത്ര എന്ന് പറയുന്നത് വെള്ളത്തിലായിരുന്നു, ഹൗസ് ബോട്ടിൽ. അപ്പം കരയിലും വെള്ളത്തിലും ആകാശത്തിലും എല്ലാം ഇവർ യാത്ര നടത്തി. ഇനിയിപ്പോൾ അടുത്ത സംഗമം ഇവരെ എവിടെയാണ് ഒത്തുചേരുന്നതെന്ന് ഒരു ഐഡിയ ഇല്ല. എന്തായാലും ഇനി ഈ വരുന്ന കൊല്ലങ്ങളിലും ടീച്ചർ ഈ പ്രിയപ്പെട്ട കുട്ടികൾക്കും ഒത്തുചേരാൻ വേണ്ടിയിട്ടുള്ള ആയുസ്സും ആരോഗ്യവും എല്ലാം സർവേശ്വരൻ കൊടുക്കട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഇനിയിപ്പം വല്ല ഹിമാലയത്തിലോ ചന്ദ്രനിലോ ചൊവ്വയിലോ എങ്ങോട്ടേക്കാന്ന് ടീച്ചറെ കുട്ടികളെയും കൊണ്ട് പോകാമെന്നൊന്നും അറിയില്ല, നമുക്ക് തന്നെ അറിയാം. അപ്പോൾ എല്ലാവിധ ആശംസകളും ഞാൻ നേരുമെന്ന്. എനിക്ക് പങ്കെടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എൻ്റെ അമ്മേനെ നിങ്ങൾ കാണുന്നുണ്ടാവും വീഡിയോയിലെല്ലാം. അപ്പോൾ ഇവരെല്ലാവരും ഫാമിലി ആയിട്ട് തന്നെയാണ് ഗെറ്റ് ടുഗദറിന് പങ്കെടുക്കൽ. അപ്പോൾ അച്ഛനില്ലാത്തതുകൊണ്ട് അമ്മ പോയിട്ടുണ്ടായിരുന്നു. നമ്മുടെ നാട്ടിലില്ലാത്തതുകൊണ്ട് എനിക്കൊന്നും പോകാൻ വേണ്ടിയിട്ട് പറ്റിയില്ല. ശരിക്കും മിസ് ചെയ്യുന്നുട്ടോ ഇവർ. ഈ വീഡിയോസ് എല്ലാം കാണുമ്പോൾ കുറച്ച് കുശുമ്പുണ്ട്. ഇവർ ഇത്രയും എൻജോയ് ചെയ്യുന്ന കാണുമ്പോൾ എന്തായാലും ഇങ്ങനെ ഒരു ഇങ്ങനത്തെ പരിപാടികളെല്ലാം വിജയിപ്പിച്ചെടുക്കാൻ വേണ്ടി ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ടീച്ചർ നേരത്തെ പറഞ്ഞ കുറച്ച് പേരുകളുണ്ടല്ലോ, അവരെല്ലാവരും ആദ്യം മുതൽ 2014 തൊട്ടിട്ടാണെങ്കിൽ ഇത്രയും വർഷം ടീച്ചറെ കൂടെ തന്നെ ഉണ്ട്. ഇനിയും എല്ലാ വർഷവും ഇതുപോലത്തെ പരിപാടികൾ സംഘടിപ്പിക്കാനും അത് അത്രയും സക്സസ് ആവാനും ടീച്ചർക്കും ടീച്ചറെ കുട്ടികൾക്കും സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി ആശംസകൾ. ബാക്കി നിങ്ങൾ എല്ലാവരും വീഡിയോ കണ്ടിട്ട് എൻജോയ് ചെയ്യട്ടോ. പൂമുഖവാതെ അന്യനെ പോലെ